ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടോ? അവിടെ ഫുൾ കടല്, രണ്ട് ഭാഗത്തും നീല കടല്. എൻ്റെ മോനെ, ഇത് പെട്രോള്. ഓക്കെ എന്നാ പോയിട്ട് വരാം. ഓക്കെ ഫുള്ള് കടലല്ലേ, ഉപ്പുവെള്ളമാണല്ലോ. അവിടെ മാത്രം നല്ല വെള്ളം കിട്ടും. ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൗസ് ഓഫ് കലാം. ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. റൂം ഇതാണ്, ഹാജ പാലസ്. അപ്പോൾ നമ്മളിതാ രാമനാഥപുരത്തു നിന്ന് ഇറങ്ങി രാമേശ്വരത്തേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ വെയിലാണ്, മഴയൊക്കെ കുറഞ്ഞ് രാമേശ്വരത്ത് എത്തിയിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചാൽ ചായയൊന്നും കുടിച്ചില്ല. ഗൈസ്, ഇപ്പോൾ സമയം 7:20. നമുക്ക് രാമേശ്വരത്ത് എത്താൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 മണി 8:30 എന്നിട്ട് അവിടെ എത്തിയിട്ട് ചായ കുടിക്കാം. ഗൈസ്, അങ്ങോട്ട് നോക്കിയേ, എനിക്ക് തോന്നുന്നത് രാമേശ്വരത്ത് നല്ല മഴയാട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ക്ലൗഡ് ഓക്കെ ആണെങ്കിലും ആ ഒരു ഭാഗം ഇങ്ങനെ നോക്കിയേ ഫുള്ള് കറുത്തിട്ട്. എനിക്ക് തോന്നുന്നത് രാമേശ്വരത്ത് നല്ല മഴയാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ട്രാവലിലെ ഏകദേശം ഒരു 3ാമത്തെ റെയിൽവേ ക്രോസാണ്. കഴിഞ്ഞു ഗായ്സ്, ചെറിയൊരു വിന്നുമില്ല് വരുന്നെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. 3-4 കഴിഞ്ഞു. ഇത് 1-2 ഉണ്ട് ഇവിടെ, പിന്നൊന്നും കാണുന്നില്ല. ചെറുതാട്ടോ, വലിയ ഹൈറ്റൊന്നുമില്ല, ചെറിയ ഹൈറ്റിലെ വിന്നുമില്ല്. ജസ്റ്റ് ഫോട്ടോ എടുത്ത് നിർത്തിയാണ്. രാമേശ്വരം ധനുഷ്കോടി. ഓക്കെ, അപ്പോൾ 2 സൈഡിലേക്കല്ലേ കഴിച്ചു നോക്കിയേ, വെള്ളം കയറിയിട്ട് ഇതുണ്ടോ? ഇപ്പുറത്തും വെള്ളം കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ടോ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടോ? ഇതൊക്കെ മുങ്ങിയിട്ടില്ല, ഫുള്ള് വെള്ളത്തിലിതാ. ഇവിടെയൊക്കെ അവിടെയൊക്കെ എന്തൊക്കെ ചെറിയ സെറ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ മുങ്ങി. അവിടെ ഒരു ഓലനെ കൊണ്ടുണ്ടാക്കിയ പോരേണ്ടായിരുന്നു, അതും മുങ്ങിയിട്ടില്ല. പക്ഷേ ഇതിലേക്ക് കൂടി പോകുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് കണ്ട്. ഇതാ മണ്ഡപം ക്യാമ്പ്, ഒരു ചെറിയ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങോട്ട് കാഴ്ച നോക്കിയേ, ഫുൾ കടൽ. നമ്മൾ ഏകദേശം പാമ്പന്മാരെ എത്താനായി. ഫുൾ കടലാട്ടോ ഗൈസ്. നോക്കിയേ, അവിടെ ഫുൾ കടല്, റോഡ്, റെയിൽവേ ട്രാക്ക്, കടല്. ഗൈസ്, പാമ്പൻ പാലം എത്തി. സെറ്റപ്പ് നോക്കുക ഗൈസ്, സെറ്റപ്പ്. എൻ്റെ മോനെ, 2 ഭാഗത്തും നീല കടല്, റോഡ്, പഴയ റെയിൽവേ ട്രാക്ക്, പുതിയ റെയിൽവേ ട്രാക്ക്. ഗൈസ്, കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം ഗൈസ്. നോക്കിയേ, എൻ്റെ മോനെ, എന്താടാ സാധനം ഇത് ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിയാൽ വേറെ തന്നെ, കണ്ണൊക്കെ വേറെ തന്നെ ഒരു തോന്നുന്നു. അവിടെയൊക്കെ ബോട്ട്, ഫുൾ ബോട്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണ്. അതുകൊണ്ട് ഓഡിയോ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് പഴയ പാലം. പഴയ പാലത്തിൻ്റെ മെക്കാനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിങ്ങനെയില്ല പാലം ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. അതിൻ്റെ സെറ്റപ്പ് നേരെ ഇങ്ങനെയുള്ള പാലം നേരെ മുകളിലേക്ക് പൊന്തും. അതാണ് സെറ്റപ്പ്. കണ്ടോ ആ പാലത്തിൻ്റെ അവിടെയായിട്ട് ചുവപ്പ് ലൈറ്റ് കണ്ടോ? ആ ചുവപ്പ് ലൈറ്റിനൊക്കെ ഒന്ന് ഷിപ്പ് വരുമ്പം സിഗ്നലാന്ന് തോന്നുന്നു. ഗൈസ്, നല്ല കാറ്റാണ്. ഫോണും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കുമ്പം ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ ഫോണ് താഴെ പോവും. നല്ല കാറ്റാണ്, നിൽക്കാൻ പോലും പറ്റാത്തത്ര കാറ്റാണ്. നമ്മൾ ജസ്റ്റ് അപ്പുറത്ത് പോയി നോക്കട്ടെ. അപ്പോൾ ആ സമയത്ത് വരാമെന്ന് ചോദിച്ചു. അപ്പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കടല്, ഫുൾ ബോട്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ, ബീച്ച്, അങ്ങനെയൊക്കെയാണ്. ഈ സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായത്. ഇത് ബ്രിഡ്ജ് ഇളകുന്നുണ്ട്, വണ്ടി പോകുമ്പം കാറ്റടിക്കുമ്പം വണ്ടി ഇളകുന്നുണ്ട്. പഴയ പാലത്തിൻ്റെ സെറ്റപ്പ് നോക്കിയേ. പഴയ പാലത്തിലേക്ക് കൂടി പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ത്രില്ലിങ് ആയിരിക്കുമായിരുന്നു. കാരണം ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു പാലം, അതൊക്കെ ആയിട്ട് കുറച്ചും കൂടി ത്രില്ലിങ് ആയിരിക്കണം അതിൽ കൂടി പോകും. ഇപ്പം മറ്റേത് വന്നപ്പോൾ കുറച്ചും കൂടി സെറ്റപ്പായി, ആ ഒരു നോർമൽ ഇതിലേക്ക് കൂടി പോകുന്ന പോലെ. ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ത്രില്ലിങ് ആയിരിക്കും. എന്താ പറയാനൊന്നുമില്ല, നിങ്ങൾ കണ്ടോളൂ ഇവിടുത്തെ സെറ്റപ്പ്. ഗൈസ്, ചായ കുടിച്ചിറങ്ങി. നമ്മൾ ഇപ്പോൾ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇതിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്. പിന്നെ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. ഹോട്ടലിലൊക്കെ ആയാലും നല്ല ഹോട്ടൽ നോക്കിയിട്ട് കയറുക, നല്ല ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ കയറിയ ഹോട്ടലിൽ നിന്നും വൃത്തി അത്ര പോരാ. ഗൈസ്, ഈ ബീച്ചിൻ്റെ പേരാണ്
കുൻതൂക്കൽ ബീച്ച് ഇതുണ്ടോ, ചെറിയ ചെറിയ ബോട്ടൊക്കെ ഉണ്ടോ. ഇതാ ഇത് പെട്രോൾ. ലാക്കില്ല, ഇത് എടുക്കാൻ முடியும். அப்படியா? ഓക്കെ കയ്യിലെടുത്തിട്ട് പോരാ. ഇതൊന്നും പ്രശ്നമില്ലല്ലേ? ഓക്കെ ആ ഓക്കെ അപ്പോൾ ഗൈസ് പറഞ്ഞത് പെട്രോൾ ഇങ്ങനെ വെക്കണ്ട, നിങ്ങൾ പുറത്തുള്ള സാധനം എടുത്ത് ഉള്ളിൽ വെച്ചോ. ഗൈസ് ഇതാണ് ബീച്ച്, ചെറിയൊരു ബീച്ചാണ്, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് അപ്പുറത്തെ ഐലാൻഡിൽ പോകാൻ പറ്റും. ഫുള്ള് ബോട്ടാട്ടോ. ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്, അവരൊക്കെ അപ്പുറത്ത് പോകേണ്ട പരിപാടിയെന്ന് തോന്നുന്നു. അതിൽ ഓൾറെഡി കുറച്ച് ഫാമിലി അതിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പുറത്ത് പോകാനായിട്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്, കാരണം അവിടെ വെച്ചിട്ട് റിസ്ക്കാണ്. ഓർ തന്നെ പറഞ്ഞ് പെട്രോളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചാലും പറഞ്ഞു. ഓട്ടോക്കാരൻ ചാനൽ, യൂട്യൂബ് ചാനൽ. நான் கேரளாலேருந்து வரேன். குண்டல்பேட்டு, ஏற்காடு, கொல்லி ஹில்ஸ் எல்லாம் ஏறி வரேன். ட்ராவல் பண்ணி சோலோ. தனுஷ்கோடி, இங்கே பாம்பன்பால் வந்து தனுஷ்கோடி போகிறேன். அதான் போகும்போது பார்த்தேன், இந்தாண்ட தான் பார்த்தேன், எங்கேயோ பார்த்த மாதிரி இருந்துச்சு, அப்படியே தான் கூப்பிட்டேன். சூப்பர்ண்ணா வீடியோ, எல்லாம் ஆக்டிவ் எல்லாம் சூப்பர். சாப்பிட்டேன். ஆக்டிவ் சூப்பர், ஒன்றுமே சொல்ல வேணாம். வீடியோ கம்மியாக போடுறது, வீடியோ கம்மியாக போடுறது. அப்படி பண்ணுங்க, அதை பார்க்கும்போது நல்லா இருக்கு. ஓகே ஓகேண்ணா, போயிட்டு வரேன். ஓகே மாலை ஓட்டிருக்கீங்களா? ஓகேண்ணா. ഓക്കെ ഗൈസ്, ഇവർ യൂട്യൂബ് ചാനലിലെ ഒരു ചങ്ങായാണ്, ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഓട്ടോക്കാരൻ നാട്ടിലെ ചാനലാട്ടോ. ഫുൾ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങേയറ്റ കോമഡി ആട്ടോ. കിട്ടിയില്ല, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കാം. ഓട്ടോക്കാരൻ എന്നാ പേര് കറക്റ്റ്. ഇപ്പോൾ കുറേ വീഡിയോ ഇടലുന്ന് കണ്ടിട്ട്. അപ്പോൾ ഇതിലേ കൂടി ബാമൻ പാലത്തേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ആ മുമ്പിലിരിക്കുന്ന ചേട്ടനെ കണ്ടത്. അപ്പോൾ എനിക്ക് സ്ട്രൈക്കായി, എടാ ഇതേടി കണ്ടിട്ടുണ്ടല്ലോ ആ മുടി ലുക്കൊക്കെ. അപ്പോഴാണ് തിരിച്ചു വിട്ടു വണ്ടി എടുത്തിട്ട്. അപ്പോൾ നല്ല ആക്ടിങ് കേട്ടോ, കിടില ആക്ടിങ്ങാണ്. എന്താ പറയുക, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകും. എന്തിനാണോ നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ആ വീഡിയോ കണ്ടാൽ മറന്നു പോകും. അത്രയ്ക്കും ടോപ്പ് വീഡിയോ ആണ്. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലോണ്ടി തീർത്ഥം. അതായത് ഇത് ഫുള്ള് കടലല്ലേ, ഉപ്പുവെള്ളമാണല്ലോ. അവിടെ മാത്രം നല്ല വെള്ളം കിട്ടും. അതായത് അവിടെ ചെറിയൊരു കിണർ പോലെയുണ്ട്, ചെറിയൊരു വെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വെള്ളം, നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഹിസ്റ്ററി ഇതാണ്, നോക്കിക്കോ. ഓക്കെ, ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്പൂതിരി എന്നെ ഒന്ന് കണ്ട് എവിടുന്ന വരുന്നതെന്ന് ചോദിച്ച് വർത്തമാനം പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നല്ല വെള്ളമല്ല? അപ്പോൾ പറഞ്ഞ് നല്ല വെള്ളമാണ്, ആണെങ്കിൽ ഇപ്പോൾ ഈ ഉപ്പ് കാറ്റടിക്കുന്നതുകൊണ്ട് മുകളിൽ ഉപ്പ് വെള്ളം പോലെ ഉണ്ടാവും, അടിയിൽ നല്ല വെള്ളമായിരിക്കും എന്ന് പറഞ്ഞു. த்ரீ டைம்ஸ் சாப்பிடுங்க. என்ன? த்ரீ டைம்ஸா? ஃபஸ்ட்டு சால்ட்டு, இப்போ சேஞ்ச் ஆகும் கொஞ்சம். இதே போது அதே போது. பார்த்துக்கலாமா? தண்ணி எனக்கு மேலே ஏறி. ஓகே. கீழே 3 ஹோல் இருக்கு. 3 ஹோலா? தண்ணி வருமா, மேலே வருமா? இல்ல, மேலே வராது, அவ்வளோதான். மழை தண்ணி அடிச்சு வருதுல்ல. ഓക്കെ ഗൈസ്, വെള്ളം ടേസ്റ്റ് ചെയ്തു. വെള്ളം ഫസ്റ്റ് 3 പ്രാവശ്യം കുടിക്കണം എന്ന് പറഞ്ഞ്. ഫസ്റ്റ് നല്ല ഉപ്പ്, രണ്ടാമത് കുടിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞ്, മൂന്നാമതിൽ കുറഞ്ഞ്, അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ മോള് പറഞ്ഞത്, പോയിട്ട് വരാം പറഞ്ഞത്, കാറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നോർമൽ രാവിലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം കിട്ടും. പിന്നെ ഈ കാറ്റും ഇതൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഉപ്പ് വെള്ളം അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇത് മാറുമെന്ന് പറഞ്ഞത്. ഇതൊരു കിടിലൻ അത്ഭുതം. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ ഇത് നമ്മൾ രാമേശ്വരത്തെത്തി. നമ്മളിപ്പോൾ പോകുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 900 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. വരുന്ന വഴിക്ക് ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഗായ്സ്, ഇതാ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൗസ് ഇങ്ങോട്ടാട്ടോ, ഹൗസ് ഓഫ് കലാം.
ഗൈസ് ഇതാ ഹൗസ് ഓഫ് കലാം, APJ അബ്ദുൽ കലാം ഹൗസ്. ആയിരത്തി 1910 ഇങ്ങനെയായിരുന്നു. അത്ര 2010 ആയിട്ട് ഇങ്ങനെയാക്കി. ഉള്ളിൽ കയറുവാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം മിഷൻ ഓഫ് ലൈഫ് ഗാലറി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലോഡല്ല. പറ്റുന്ന ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഉള്ളിൽ ഫോട്ടോ വീഡിയോ കാര്യമോ ഒന്നും അലോഡല്ല. അപ്പോൾ പറ്റുന്നത് മാത്രം എടുത്തിട്ടുണ്ട്. കാരണം അത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട്. പിന്നെ അത് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ചില ഷോട്ട് മാത്രം പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു പമ്പ് നോക്കുവാണ്. സമയമില്ല, സമയം 12 മണി 1 മണി ആയിട്ടേയുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് പമ്പിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് ഒരു പമ്പുണ്ടെന്ന് എന്നോടൊരു ചങ്ങായി പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഓൾ ഇന്ത്യ റൈഡറല്ലേ, ഇങ്ങോട്ടൊരു പമ്പുണ്ട്, അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഗൈസ്, ഈ പമ്പിൽ നമ്മൾ ഉച്ചക്ക് 12 മണിക്ക് എത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. വണ്ടി അവിടെ വെച്ചിട്ട് ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നേരെ ഇതാ ഇപ്പോൾ കൊണ്ടുപോയി ടെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:40 ടെൻറ്റ് ഇട്ട് എല്ലാം സാധനം ഉള്ളിൽ കയറ്റിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ നേരത്തെ ഒരു 5:30 ഒരു 6 മണിക്ക് പോകണം ഇവിടുന്ന് ധനുഷ്കോടിയിലേക്ക്. ഓക്കെ ഗൈസ്, ബൈ.